എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ദിവസത്തേക്ക് ഒരു കോഴ്സ് എൻറോൾ ചെയ്തിട്ടുണ്ട്. ട്രാക്കിൽ പോവാണ്. ട്രാക്കിൽ പോകുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കേംബ്രിഡ്ജിലാണ്. ഓൺ ദ വേ ആണ്. ഗ്രാൻഡ് ബെൻഡ് എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ കോഴ്സ് നടക്കുന്നത്. അല്ലെങ്കിൽ ട്രാക്ക് അവിടെയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എല്ലാവരും എത്തി ഓരോരുത്തരായിട്ട് പെയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഗ്രാൻഡ് ബെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് ബെൻഡ് സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ക്യാമ്പിങ്ങിനും എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ ഉണ്ട്. നമുക്കിനി പെയ്യെ കോഴ്സിൻ്റെ പരിപാടികളിലേക്കൊക്കെ അങ്ങോട്ട് പോകാം. എന്താ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വന്നു, ഗിയേഴ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ഗ്ലൗസ്, ബൂട്ട്സ്, അതുപോലെ ജാക്കറ്റ്സ് എല്ലാം ഫിറ്റിംഗ് ആണോ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മുടെ ഹെൽമെറ്റ് അവർ ഇൻസ്പെക്ട് ചെയ്യും. ബേസിക്കലി 6 വർഷത്തിന് പഴയ ഹെൽമെറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ട്രാക്കിൽ. സോ അവരത് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ വേവേഴ്സ് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ആക്സിഡൻറ്റ് മെയിൻലി എന്തെങ്കിലും ട്രാക്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരങ്ങളും അതിനൊക്കെ റെഡിയാകുന്നുള്ള രീതിയിൽ നമ്മൾ സൈൻ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു ബ്രീഫിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. Let's go. റൈഡിങ് ബ്രീഫിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ട്രാക്കിൽ കൂടെ ഒരു വോക്ക് നടത്തുകയാണ്. എന്തൊക്കെയാണ് ബേസിക്കലി ഇവിടെ നടക്കുന്നതെന്നും അല്ലെങ്കിൽ finding you an opening. This will be very important on Sunday. So there's bikes flying constantly and everything. So if he gives you an opening, you take it. And he's the one that says go or stop, or if there's a red flag, he red flags and they send you to go back to the pits. So very important that you acknowledge him every time. അപ്പോൾ മെയിൻലി മാർഷലിനെ കുറിച്ചാണ് പറഞ്ഞത്. പുള്ളി ഫ്ലാഗ്സുകൾ കാണിക്കും. അതുപോലെ തന്നെ പുള്ളിയാണ് മെയിൻലി ട്രാക്ക് കൺട്രോൾ ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ട്രാക്ക് ആണ്. അല്ല, അടിപൊളി സ്ഥലം അല്ലേ നോക്കി. Rely on those constantly, but no
they're generally there for where you're on the inside of the turn. That's the apex of the turn. On the outside, we're treating these as sight cones. So you should be, as you're coming through the turn, you should be referencing the far cone as your sight end point. You're not looking at the inside of the turn. You're not looking at 10 feet in front of your tire. You're looking through the turn, and this cone just happens to be a marker for you. So as we get up to speed, you're going to see that as you're naturally looking ahead, these cones are going to fall into those spaces where you're looking, but they're not always going to be there. So just the more familiar you get with riding on the track, the easier it's going to be for you to pick out where the apex is. But usually that's a really good indication. If you don't know how fast to take the next turn, see how soon the track, you walk it, you understand the layout, and you understand the types of turns, whether it's increasing radius, and understanding how you ride your bike, the type of bike you have, how it's set up for this stuff, really helps you understand how to approach it. ബേസിക്കലി നമ്മൾ വേവേഴ്സ് പറയുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോരോ പാർട്സുകളോ കാര്യങ്ങളൊക്കെ പോകുന്നതിൻ്റെ പ്രൈസ് ലിസ്റ്റുകളൊക്കെയാണ്. ഇൻ കേസ് ഒരു ഡാമേജ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ റീംബേഴ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട പെനാൽറ്റിയുടെ എമൗണ്ടും കാര്യങ്ങളും അതുപോലെ എമർജൻസി കോൺടാക്റ്റും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വേവേഴ്സിനകത്ത് ഇത് ചെയ്തേക്കുന്നത്. Good job. Thank you. Thank you. To get that information, because sometimes it has to do with the track, right? Maybe part you rode on yesterday, you can't ride, you're gonna ride. These beautiful high performance CBR 125Rs, when they were new, made a whole whopping, I think, 12 horsepower. Okay, so we're probably somewhere around 9 now, or in that range, right? So these things are not super powerful, but they are fantastic training tools, because you cannot rely on the throttle to make up for your mistakes. It takes you a whole lap to get back up to speed to make up for your mistakes. Lean it on yourself and just let the stand out there, okay? And then you can hop on, yeah? But they are light, like, so it's not like, you'll find it quite easy. I think most of the time you guys are just waving them for us, probably. Do you ever do that? This is the most important one. Hopefully we don't see this too many times this weekend. The red flag indicates that somebody has crashed and they are not getting up. You usually get at least accidents in the whole life, maybe even 3. This is crazy. Okay, so again, enjoy the day, okay? Your first couple sessions gonna be super slow, nothing exciting, okay? And I know some of you are gonna want to get going real fast, but just stay with us, okay? Okay, we'll be on the track in about 5 minutes. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈഡേഴ്സ് സെക്ഷൻ കഴിഞ്ഞു, റൈഡേഴ്സിൻ്റെ മീറ്റപ്പ് സെക്ഷൻ കഴിഞ്ഞു. ബേസിക്കലി ഫ്ലാഗ്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ട്രാക്കിൽ നടക്കുന്നത്, അതുപോലെ തന്നെ ഫ്ലാഗുകൾ ചെക്ക് ചെയ്യണം. മാർഷൽസ് ആണ്, അവരത് ചെക്ക് അവരത് വേവ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെയാണ് മെയിൻലി പറഞ്ഞത്. അത്യാവശ്യം നല്ല വെയിലും ചൂടുമാണ്, നിന്ന് കരിഞ്ഞിട്ടുണ്ട്. തൊപ്പി വെച്ചിട്ടൊന്ന് കാര്യമില്ല, ഒരു പരുവായിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ കുറച്ച് മുമ്പത്തേക്ക് പുറത്ത് പോകും. നമ്മൾ ഏകദേശം എനിക്കൊന്ന് ഐ തിങ്ക് വി ആർ തേർഡ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യാം. ഫസ്റ്റ് ഡേ സ്ലോ ആണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. How was the experience? It's good, man.
because that, and if you don't get out with your group, we're going to hold you back and then get you to go the next lap, so then we don't have the big honking gaps between everybody, because I know it's harder to find you. Okay, so thank you, that was good. We'll just make sure that we don't get the gap. അച്ഛൻ ചേച്ചി വന്നിട്ട് ജോബിന്റെ സംഭവിച്ച അവനോട് അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. റാപ്പപ്പ് ചെയ്തു. ഓക്കെ, രാവിലെ മോർണിംഗ് 7 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 5 o'clock ആയി. അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. നല്ല വെതറായിരുന്നു. നല്ല വെതർ ഉദ്ദേശിച്ചത് നല്ല വെയിലായിരുന്നു. മഴയെക്കാട്ടും ബെറ്ററാണ് എന്തുകൊണ്ടും വെയിൽ. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല ദിവസമായിരുന്നു. നമുക്കൊരു 15 മിനിറ്റ് വെച്ച് ഓരോ സെക്ഷനുകൾ നമുക്ക് ഓടിക്കാൻ കിട്ടി. ഏകദേശം ഒരു 5-8 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പം നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പല രീതിയിലൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ നാളെയാണ് നമ്മുടെ ബാക്കി തുടങ്ങുന്നത്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഈ സെക്ഷൻ റാപ്പപ്പ് ചെയ്തതിന് ശേഷം ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ കാര്യങ്ങളെല്ലാം അവർ ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, എനിവേസ് ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ.